CMR കമ്പനി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് മതിയായ സേവനം കിട്ടി, അതിന് നൽകിയ പണമാണിത്. അങ്ങനെ അവർ പറഞ്ഞാൽ, CMR കമ്പനി പറഞ്ഞാൽ അതോടെ ഈ പ്രശ്നം തീർന്നു. എന്താണ് ശ്രീ കെ അനിൽകുമാർ പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് സംശയമെന്നാണ് ചോദിക്കുന്നത്? സഖാവ് അനിൽകുമാർ സഖാവിനോട് മറുപടി പറയാൻ ഞാനില്ല. അത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് 3 അന്വേഷണ ഏജൻസികൾ, ഒന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ്, അതിനുശേഷം SFIO, ഈ 3 അന്വേഷണ ഏജൻസികളും വീണ ഉൾപ്പെടെ, CMRന്റെ സ്റ്റാഫ് അല്ല, വീണ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള സേവനം അവൾക്ക് നൽകിയിട്ടുണ്ടോ എന്ന് ഈ 3 അന്വേഷണ ഏജൻസിക്ക് മൊഴി കൊണ്ടോ സാക്ഷിമൊഴികൾ കൊണ്ടോ തെളിയിക്കാൻ ഇവർ ആർക്കും കഴിഞ്ഞിട്ടില്ല. വീണ ഇന്ന് പറഞ്ഞതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല, എന്റെ പിതാവ് ശ്രീ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിന്റെ ഒരു മറുപുറമുണ്ട്. എന്താണെന്നറിയോ? ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇവർ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീണയും ഈ കമ്പനിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ള മൊഴി. അതുകൊണ്ട് തന്നെ വീണ കൈപ്പറ്റിയ പണം അഴിമതി പണമായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ആയിരുന്നു, തനിക്ക് വേണ്ടി ആയിരുന്നില്ല. താൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്ന് വീണ പറയുന്നത് അംഗീകരിക്കേണ്ടിയിരിക്കും. കാരണം അതൊരു വ്യാഖ്യാനമല്ലേ? അല്ല, തീർച്ചയായിട്ടും വീണ പറയുന്നത് അംഗീകരിക്കേണ്ടതാണ്. കാരണം ഇതിനകത്ത് വീണ കൈപ്പറ്റിയ പണം വീണയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളത് വീണ ഇന്നത്തെ സത്യവാങ്മൂലത്തിലൂടെ വെളിവാക്കിയിട്ടുണ്ട്. കൃത്യമാണ്. എനിക്ക് വേണ്ടിയല്ല, ഇത് എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഇതെന്റെ പിതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പൊ പിതാവിനെ ലക്ഷ്യം വെക്കണമെന്നുണ്ടെങ്കിൽ പിതാവിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്? ഈ പണം വീണയുടെ കമ്പനി കൈപ്പറ്റിയിട്ടുള്ള യാതൊരു സേവനവും ചെയ്താതെ കൈപ്പറ്റിയിട്ടുള്ളത് വീണയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ഇതിന്റെ പൊതു പ്രസക്തിയെ സംബന്ധിച്ച് ഇന്നലെ വരെ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷും അതുപോലെ ഈ അനിൽ സഖാവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ലേ എന്ന്. പക്ഷേ അതിൽ ഒരു കമ്പനി പണം വാങ്ങിയ കമ്പനി എന്ന് പറയുന്നത് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ്. 1. 2, കൊടുത്ത കമ്പനി എന്ന് പറയുന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പൊതുമേഖലാ സ്ഥാപനത്തിന് 13.4% ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ആ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ 182 കോടി രൂപ അവിടെ തിരിമറി നടത്തുന്നുള്ളത് SFI എൻക്വയറിയിൽ വ്യക്തമാണ്. അങ്ങനെ വ്യക്തമായിട്ടുള്ള ആ എൻക്വയറി പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള KSIDCക്കും 25 കോടി രൂപ ഇതിനകത്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ 25 കോടി രൂപ നഷ്ടം സംഭവിച്ചതിനകത്ത് പ്രതികളിൽ ഒരാള് മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മകളാണ് പറയുന്നത്, ഞാനല്ല കൈപ്പറ്റിയത്, എന്നെ ഉദ്ദേശിച്ചല്ല. അപ്പോ ഇതിന്റെ അർത്ഥം ആ പണം അധികാര സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വേണ്ടി കൊടുത്തതായതുകൊണ്ട് തന്നെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള ഒരു ഏജൻസി എന്ന നിലയിൽ CBIയുടെ അന്വേഷണത്തിന് ഏറെ പ്രസക്തിയുണ്ട്.